ബീഹാറിലെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് രാജഗീർ എന്ന് പറയുന്നത്. ആ രാജഗീർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു കവാടം കഴിഞ്ഞ് മുന്നോട്ട് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു റോപ്പ് വേ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ മലമുകളിലാണ് വലിയ ഒരു സ്തൂപ നിലകൊള്ളുന്നത്. ബുദ്ധനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സ്തൂപയുടെ സ്ഥാപനവും നിലനിൽപ്പും അടങ്ങിയിരിക്കുന്നത്. മലമുകളുകളാണ് ഇവയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇടം നേടിക്കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നീണ്ട യാത്രയാണ് ഞങ്ങളെ കാത്തിരുന്നത്. ആ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ഈ ഒരു റോപ്പിയുടെ താഴ്വാരങ്ങളിൽ എത്തി നിൽക്കുകയാണ്. അവിടെ വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം രാജഗീർ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് വലിയ ഒരു കമാനവും വലിയൊരു കെട്ടിടവുമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അവിടേക്കാണ് ഈ ഒരു യാത്ര പോകുന്നത്. ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. വാഹനം പാർക്ക് ചെയ്തു. ഇതാ രാജഗീർ എന്ന് പറയുന്ന ആ ഒരു ഭവനത്തിന്റെ വലിയ കെട്ടിടത്തിന്റെ കവാടത്തിന് മുമ്പിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിനുള്ളിലാണ് ഈ ഒരു റോപ്പ് വേ നിലകൊള്ളുന്നത്. പക്ഷെ പുറത്തുനിന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമാണ് അകത്തേക്കുള്ള ലിഫ്റ്റിനുള്ളിൽ നമുക്ക് ഇടം പിടിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഉൾഭാഗമൊക്കെ അതിമനോഹരമായ ചിത്രീകരണമാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞങ്ങൾ ലിഫ്റ്റിന്റെ ഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ഭാഗവും കടന്ന് ഞങ്ങൾ ഈ ഒരു റോപ്പ് വേയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഒരു റോപ്പ് വേ യാത്രയിലാണ് ആയിരിക്കുന്നത്. ചുറ്റുപാടുമുള്ള പ്രകൃതി സൗന്ദര്യം ഒന്ന് വീഡിയോയിൽ പകർത്താമല്ലോ എന്നുള്ള ചിന്തയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റോപ്പ് വേ യാത്ര അർത്ഥമാക്കുന്നത്. ഏതായാലും പച്ചപ്പുകളാൽ നിറഞ്ഞ ഒരു പ്രദേശമല്ല എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. ഇത് അധികം മഴക്കാലമല്ലാത്തതിനാലാവാം ഒരുപക്ഷെ ഇപ്രകാരം വരണ്ട് ഉണങ്ങിയ രീതിയിൽ ഈ പ്രദേശങ്ങളെല്ലാം നമുക്കായി കാണപ്പെടുന്നത്. ഒരുപക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ സൗന്ദര്യം മറ്റൊന്നായിരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഏതായാലും മലമുകളിലേക്കുള്ള ഈ ഒരു റോപ്പ് യാത്ര അതിമനോഹരമാണ്. ചുറ്റുപാടും നല്ല മലനിരകളും നല്ല രീതിയിലുള്ള ഒരു പ്രകൃതിയും കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ടാണ് ഈ ഒരു റോപ്പ് യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹ്രസ്വമായ യാത്രയാണ് എങ്കിലും 10-15 മിനിറ്റോളം ഈ ഒരു റോപ്പ് യാത്ര വേണ്ടി വരുന്നുണ്ട്. അത് മുഴുവൻ ഞാൻ എന്റെ വീഡിയോ ചിത്രീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. പഴയ സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ നമുക്ക് തൊട്ടടുത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പുതിയ റോപ്പ് വേക്ക് തൊട്ടടുത്തായിട്ടാണ് പഴയ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ആ ഒരു റോപ്പ് വേ കാണുവാൻ സാധിച്ചത്. പിന്നീട് അവർ സിമെന്റും മണലും ഒക്കെ മുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പുതിയ റോപ്പ് വേയിലുള്ള യാത്രയിലാണ്. ആധുനികവൽക്കരിച്ചിട്ടുണ്ട്. അവയിലാണ് ഇവിടെ ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലമുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ നിന്നും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വീണ്ടും ഒരു കമാനമാണ് ഞങ്ങളെ കാത്തിരുന്നത്. ആ കമാനം കടഞ്ഞ് അകത്തേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ മാത്രമാണ് ഈ ബുദ്ധന്റെ ഈ ഒരു സ്തൂപയുടെ മുൻഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേരുന്നത്. ഈ ഒരു സ്തൂപ കണ്ടു കഴിയുമ്പോൾ ലേ ലഡാക്ക് അനുഭവമാണ് എന്നെ സംബന്ധിച്ചോളം ഉണ്ടാകുന്നത്. അവിടെ ചെന്ന അവസരത്തിൽ ആ ഭാഗത്ത് ഇതുപോലെ വൈറ്റ് നിറത്തിലുള്ള അതിബൃഹത്തായ ഒരു സ്തൂപ കാണുവാൻ ഇടവന്നത് ഞാൻ ഓർത്തു പോവുകയാണ്. അത് കാണുവാൻ വേണ്ടി ബൈക്കിൽ യാത്ര ചെയ്തതും എന്റെ ഓർമ്മയിൽ പെട്ടെന്ന് കടന്നു വരികയാണ്. സ്തൂപയുടെ താഴ്വാര കാഴ്ചകളാണ് ഇപ്പോൾ എന്റെ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. റോപ്പിൽ വെച്ച് നമ്മൾ കണ്ടതാണെങ്കിൽ പോലും ഇത് ഒരു നോക്ക് കാണുവാൻ ഇവിടെ നിന്നും നല്ല ഒരു വൈബാണ് ലഭിക്കുന്നത്. താഴ്വാരങ്ങൾ ഇപ്രകാരമാണ് കാണപ്പെടുന്നത്. മരച്ചില്ലകളൊക്കെ ഒരിറ്റു വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. വനനിബിഡമായ ഇത്രയും ഉൾപ്രദേശത്ത് ഇത്രമാത്രം ബൃഹത്തായ ഒരു സ്തൂപ നിർമ്മിക്കുവാൻ എത്രമാത്രം കാലഘട്ടങ്ങളിലെ പരിശ്രമം ആവശ്യമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഈ സ്തൂപയുടെ ഓരോ വശങ്ങളിലും ഓരോ രീതിയിലുള്ള ചിത്രീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഗോൾഡൻ നിറങ്ങളിലാണ് ചിത്രീകരണം നടത്തിയിരിക്കുന്നത്. ധാരാളം ആളുകളാണ് ഈ ഒരു സ്തൂപയിലേക്ക് എത്തിച്ചേരുന്നത്. സ്കൂളുകളിൽ നിന്ന് പോലും ധാരാളം കുട്ടികള് ഈ ഒരു സ്തൂപയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫോട്ടോ സെക്ഷൻ പോലും നമ്മളെ വിളിച്ചോതുന്ന കാര്യം. ഈ മലമുകളിൽ ഒത്തിരിയേറെ ഏരിയയിലാണ് ഇതിന്റെ വിവിധ ഭാഗങ്ങൾ നിലകൊള്ളുന്നത്. ചെറിയൊരു ടെമ്പിളും ഇതിനോട് അനുബന്ധിച്ചുണ്ട്. അതും ഒന്ന് കയറി കാണണം എന്ന് ആഗ്രഹമുണ്ട്. അവിടെയും കയറി കാണുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്.
എന്നാൽ ക്യാമറ അതിനുള്ളിൽ അനുവാദമില്ലാത്തതിനാൽ ഫോട്ടോഗ്രാഫി ഒന്നും എനിക്ക് അവിടെ എടുക്കുവാൻ സാധിച്ചിട്ടില്ല. പുറമേയുള്ള ഒരു ചെറിയൊരു വീക്ഷണം നടത്തി ഞാൻ സംതൃപ്തി അടയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്തൂപയുടെ ഭാഗങ്ങൾ തന്നെയാണ്. സ്തൂപയുടെ ഓരോ ഭാഗങ്ങളിലും ഓരോ ആകൃതിയിലുള്ള ബുദ്ധന്റെ തന്നെ പ്രതിമകൾ കാണുകയാണ്. ഇതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ടെമ്പിൾ. അതിന്റെ പുറമേയുള്ള ഏതാനും ഭാഗങ്ങൾ ചിത്രീകരിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവരും സ്തൂപ കണ്ടതിന് ശേഷം ഈ ഒരു ടെമ്പിളിനുള്ളിൽ അല്പസമയം ചെലവഴിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. വൈകുന്നേരമാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. ശാന്തമായ അന്തരീക്ഷത്തിൽ ശാന്തമായ രീതിയിൽ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ സമയം ചെലവഴിച്ചു.